ഇന്നിപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം എനിക്ക് പുറത്തോട്ടൊന്ന് പോകാനായിട്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോഴത്തേക്കും രാവിലത്തെ വീട്ടിലെ പണികളൊക്കെ ഏകദേശം ഒരുക്കി വെക്കണം. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ കഴിക്കാനായിട്ട് ഇതാ പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും തെറ്റിക്കുന്നില്ല. ഇപ്പോൾ ഗോതമ്പ് ആണ് 2 നേരം മാക്സിമം ഗോതമ്പിൻ്റെ ഐറ്റംസാണ് ഞങ്ങൾ കൂടുതലും കഴിക്കാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ രാവിലെ പുട്ടും പഴവുമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ചിരവി വെച്ചു. അങ്ങനെ നമ്മൾ ഇതാ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. പിന്നെ ഏട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പുട്ടൊക്കെ കഴിച്ചിട്ട് ആൾ പോയി. കൈ വഴിയെ ഞാനിതാ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഞാൻ അരിയൊക്കെ ഇട്ടു കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ചോറിനാണ്. അപ്പോൾ എന്തായാലും ഇതാ അരിയൊക്കെ ഇട്ടു. അങ്ങനെ അരിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവസാനം വെച്ച ഇതാ പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ എന്തായാലും ഇതാ പുട്ടും റെഡിയായി. ഇനിയിപ്പോൾ ഇന്നലെ വൈകുന്നേരം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ചുണ്ട്. പിന്നെ പഴമുണ്ട്, അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ വന്ന് നോക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ചൂട് കാരണം തന്നെ ഇപ്പോൾ പുതപ്പൊന്നും വേണ്ട, 2 പേരും ഇതാ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ ഞാൻ വിളിക്കാനൊന്നും നിന്നില്ല, കാരണം സ്കൂളില്ലാത്ത സമയത്തല്ലേ കുട്ടികൾക്ക് അങ്ങോട്ട് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവരവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വാതിലൊക്കെ അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും അടുക്കളയിൽ വന്നു. അപ്പോൾ ഞാനിതാ കഴിഞ്ഞ ദിവസം മുളക് വാങ്ങിച്ചിട്ട് പുളിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഡെയിലി ഇതുപോലെ ഉണക്കും. പിന്നെയും ഈ വട്ടയ്ക്കകത്ത് തന്നെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രാവിലെ ആകുമ്പോൾ ഇതുപോലെ കോരിയിട്ട് നമ്മൾ ഈ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ടുവയ്ക്കും കേട്ടോ. പിന്നെ വീണ്ടും വൈകുന്നേരം അതിൽ കൊണ്ടിടും. അപ്പോൾ 3-4 ദിവസം 5-6 ദിവസം ഇടണം കേട്ടോ. എത്രത്തോളം പുളിവെള്ളം ഉണ്ട് അതിനനുസരിച്ച് വറ്റണ വരെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊക്കെ ഒന്ന് എടുത്ത് വെയിലത്ത് വെച്ചു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിതാ ഇവിടെയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വിത്തൊക്കെ പാകി വെച്ചില്ലേ. അപ്പോൾ അതൊന്നും മുളച്ചിട്ടൊന്നുമില്ല കേട്ടോ. വേറെ വല്ല ചെടികളൊക്കെ മുളച്ച് വരുന്നുണ്ട്, നമ്മൾ വിത്തിട്ടതൊന്നും മുളച്ച് വന്നിട്ടില്ല. അപ്പോൾ വരികയായിരിക്കും എന്ന് വിചാരിക്കണു. നമ്മുടെ മഞ്ഞളും അങ്ങനെ മുളയൊന്നും വന്നിട്ടില്ല കേട്ടോ. മുളച്ചതാണ് വെച്ചത്, പക്ഷേ മുകളിലേക്കൊന്നും പൊട്ടി വന്നിട്ടില്ല. പിന്നെ ഇതാ നമ്മുടെ ഈ പുറത്ത് അടുപ്പിൽ കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം മഴയൊക്കെ പെയ്തത് കൊണ്ട് തന്നെ ഈ മഴച്ചാറിലും അല്ലെങ്കിൽ മഴയൊക്കെ കൊണ്ടിട്ട് അടുപ്പൊക്കെ ആകെ നാശമായിട്ടുണ്ട്. എന്തായാലും മൂടി വെച്ചാലും ഇതിൻ്റെ തണുപ്പ് തട്ടുന്നത് കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ നമ്മുടെ ഈ അടുക്കള ഭാഗത്തുള്ള ആ ഒരു അടുപ്പുണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ കത്തിക്കണത്. ഇനിയിപ്പോൾ ഇതൊന്നും നേരെയാക്കി എടുക്കണം, മഴക്കാലത്ത് അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഉച്ചയ്ക്കുള്ള ഉപ്പേരിക്കുള്ള കൊത്തവരയൊക്കെ മുറിച്ച് ഉപ്പേരിയൊക്കെ വെച്ചിട്ട് പിന്നെ വേഗം തന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് പോകണമെന്ന്, കുഴൽമന്നം വരെ പോകണം കേട്ടോ. ബാങ്കിലേക്കൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് നേരത്തെ ബാങ്ക് തുറക്കണ മുന്നേ വന്നിട്ടോ. കാരണം ഞാൻ ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ 9-10 മണിയാകുമ്പോഴേക്കും ഞാനിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ആദ്യം എത്തിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. കാരണം ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.